മാറി നോക്കുക കൂട്ടരേ, അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി തട്ടിമുട്ടി ജീവിതം പാഴാക്കലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങളുടെ അവധിക്കാലമൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണോ? ഇവാനിയ പപ്പയുടെ അടുത്ത് ബാംഗ്ലൂരിൽ പോയോ? ആ ആഗ്നസ്, ഞങ്ങള് പാർക്കിലൊക്കെ പോയി. നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ പാർക്കിൽ കളിക്കാൻ. ആഗ്നസ് എങ്ങോട്ടാ പോയേ? ഞങ്ങൾ ആലപ്പുഴയിലാണ് പോയത്. അവിടെ ഞങ്ങൾ ഹൗസ് ബോട്ടിൽ കയറി, പിന്നെ ബീച്ചിലൊക്കെ പോയി. ബീച്ചിൽ കളിക്കാൻ നല്ല രസമല്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടം ബീച്ചിൽ കളിക്കാൻ. എനിക്കും ഇഷ്ടമാ. അല്ല, സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. കളിമുറ്റം തുടങ്ങാൻ സമയമായി. നമുക്ക് കളിമുറ്റം ഒന്ന് കണ്ടു നോക്കിയാലോ? ആദ്യത്തെ സെഗ്മെന്റ് ഏതാണെന്ന് നോക്കാം. ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് കഥ കേൾക്കുന്നതിന് മുൻപ് ആരൊക്കെ കഥ കേൾക്കാൻ വന്നിരിക്കുന്നതെന്ന് അറിയണ്ടേ? നമുക്ക് എല്ലാരെയും ഒന്ന് പരിചയപ്പെട്ടാലോ? കീരിക്കുട്ടന്റെ പേരെന്താ? ജൂഡിത്ത്. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? അങ്കമാലി കാട്ടിൽ നിന്നാണ്. തത്തമ്മയുടെയോ? ക്രിസ്റ്റീന. ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? മഞ്ചാടി കാട്ടിൽ നിന്ന്. ജിറാഫിന്റെ പേരെന്താ? ടാനിയ. ഏത് കാട്ടിൽ നിന്നാ? അങ്കമാലി. താറാവിന്റെ പേരെന്താ? ഏത് കാട്ടിൽ നിന്നാ വരുന്നേ? നിങ്ങളെല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? റെഡിയാണ്. നമുക്കിന്ന് ഒരു കുട്ടി പ്രവാചകന്റെ കഥ കേട്ടാലോ? കുട്ടി പ്രവാചകനോ? നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടി പ്രവാചകൻ, ജെറമിയ പ്രവാചകൻ. പ്രവാചകൻ എന്നാൽ ആരാണെന്നറിയാമോ? കാര്യങ്ങൾ മുൻകൂട്ടി പറയുന്നവൻ. അതെ, ദൈവത്തിന്റെ നാവാണ് പ്രവാചകൻ. ദൈവത്തിന് എന്താണോ മനുഷ്യരോട് പറയുവാനുള്ളത്, അത് ദൈവം പ്രവാചകൻ വഴി മറ്റുള്ളവരെ അറിയിക്കും. അതിനാണ് ദൈവം പ്രവാചകനെ നിയമിക്കുന്നത്. പ്രവാചകൻ വലുതോ ചെറുതോ എന്നൊന്നുമില്ല. ദൈവത്തിന് ഇഷ്ടമുള്ള, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തരെയുമാണ് ദൈവം പ്രവാചകനായി തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ഒരു പ്രവാചകനാണ് കുട്ടി പ്രവാചകനായ ജെറമിയ. ജെറമിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദിവസം ദൈവം ജെറമിയായോട് പറഞ്ഞു. ദൈവം എന്താ പറഞ്ഞത്? ഞാൻ നിന്നെ എന്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ജെറമിയായ്ക്ക് പേടിയായി. ജെറമിയ ഒരു കുട്ടിയല്ലേ, തനിക്ക് ഇത്രയും വലിയ ദൗത്യം ചെയ്യുവാനാകുമോ എന്ന് ജെറമിയ സംശയിച്ചു. ആ സംശയം ജെറമിയ ദൈവത്തെ അറിയിക്കുകയും ചെയ്തു. ദൈവം ജെറമിയായോട് പറഞ്ഞു, നീ പേടിക്കേണ്ട, നിനക്ക് ഈ ദൗത്യത്തിൽ നിന്നും പിൻവലിയുവാനും സാധിക്കുകയില്ല. നീ ജനിക്കുന്നതിന് മുൻപേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. നിനക്ക് ഈ ദൗത്യത്തിൽ നിന്നും മാറുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ജെറമിയായുടെ പേടി കൂടി. ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? വസന്തത്തിൽ ആദ്യമായി പൂത്ത ഒരു ബദാം മരത്തിന്റെ ചില്ല കാണിച്ചുകൊണ്ട് ജെറമിയായോട് ദൈവം പറഞ്ഞു, നിന്നെയും നിന്റെ പ്രവൃത്തികളെയും ഞാൻ ഇതുപോലെ മനോഹരവും ഫലവുമുള്ളതാക്കും. പിന്നീട് ദൈവം ജെറമിയായോട് കുശവന്റെ ആലയത്തിൽ പോകുവാൻ പറഞ്ഞു. ജെറമിയ കുശവന്റെ ആലയിലെത്തിയോ? കുശവന്റെ ആലയത്തിൽ ചെന്ന് ദൈവം കുശവനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ജെറമിയായ്ക്ക് കാര്യം പിടികിട്ടി, ദൈവം എന്താണ് ഉദ്ദേശിച്ചതെന്ന്. എന്താണെന്നറിയാമോ? കുശവൻ അവിടെ കളിമണ്ണ് കുഴച്ച് ചക്രത്തിൽ വെച്ച് പാത്രങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു. ആ പാത്രത്തിലൂടെ കുശവന്റെ വിരലുകൾ ഓടുന്നതനുസരിച്ച് പാത്രത്തിന്റെ ഭംഗി മാറിക്കൊണ്ടേയിരുന്നു. ഓരോ രൂപങ്ങളിൽ ആ പാത്രങ്ങൾ ആവുകയും ചെയ്തു. അപ്പോൾ ജെറമിയായ്ക്ക് കാര്യം പിടികിട്ടി, ദൈവം തന്നെ രൂപപ്പെടുത്തുകയാണ് എന്ന് ജെറമിയായ്ക്ക് മനസ്സിലായി. ഈ സംഭവങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും ജെറമിയായ്ക്ക് കുറച്ചൊക്കെ ആത്മവിശ്വാസം വന്നു. ദൈവം ഏൽപ്പിച്ച ദൗത്യം സ്വീകരിക്കുവാൻ ജെറമിയ തയ്യാറായി. ദൈവം അറിയിച്ചതുപോലെ ഇസ്രായേൽ മക്കൾ പാപത്തിൽ മുഴുകി കഴിയുകയായിരുന്നു. അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് പശ്ചാത്താപം നൽകി തിരിച്ചു കൊണ്ടുവരാനാണ് ജെറമിയായെ ദൈവം തെരഞ്ഞെടുത്തത്. ആ ദൗത്യം ജെറമിയ സ്വീകരിച്ചു. ദൈവത്തിന്റെ വാക്കുകളെല്ലാം ജെറമിയ ഇസ്രായേൽ മക്കളെ അറിയിച്ചു. അവർ ഭോഗാസക്തിയിലും അതുപോലെ തന്നെ ലൗകിക സുഖങ്ങളിലും അവർ മുഴുകി ജീവിക്കുകയായിരുന്നു. ജെറമിയ ദൈവം പറഞ്ഞ വാക്കുകളെല്ലാം അവരെ അറിയിച്ചു.
നിങ്ങൾ പാപത്തിൽ നിന്നും വ്യതിചലിക്കണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കുമെന്ന്. ഇസ്രായേൽക്കാർ എന്നിട്ട് എന്താ ചെയ്തേ? പക്ഷേ കുട്ടി പ്രവാചകനല്ലേ, ആരെങ്കിലും ജെറമിയ പറഞ്ഞത് കേട്ടോ? ഇല്ല, ആരും അത് കേട്ടേയില്ല. അവർ വീണ്ടും പഴയ രീതി തന്നെ മുൻപോട്ട് കൊണ്ടുപോയി. പിന്നീടും ദൈവം അറിയിച്ചതുപോലെ ജെറമിയ അവരെ കാര്യം ധരിപ്പിച്ചു. പക്ഷെ ജെറമിയ പറഞ്ഞത് ഒന്നും അവർ കേട്ടേയില്ല. ദൈവത്തിന് കോപമായി. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ചാക്കുടുത്ത് ചാരം പൂശി പശ്ചാത്താപിച്ചില്ലെങ്കിൽ നിങ്ങളെ ഞാൻ നശിപ്പിക്കും. അതുമല്ല, നിങ്ങൾ ശത്രുരാജ്യത്തിന്റെ അടിമകളായി തീരുകയും ചെയ്യും. ഇതെല്ലാം പറഞ്ഞിട്ടും ഇസ്രായേൽ മക്കൾക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല. അവർ വീണ്ടും വിഗ്രഹാരാധനയിലും ലൗകിക സുഖങ്ങളിലും ജീവിച്ചു. അങ്ങനെ അവസാനം ദൈവം പറഞ്ഞത് പൂർത്തിയായി. അവർ ശത്രുരാജ്യത്തിന്റെ അടിമകളായി തീർന്നു. അവർ അടിമകളായിരിക്കെ കുറേയധികം പീഡനങ്ങളും ദ്രോഹങ്ങളും സഹിക്കേണ്ടി വന്നു. അപ്പോൾ അവർക്ക് ബോധോദയം ഉണ്ടായി. അവർ ചെയ്തതെല്ലാം തെറ്റാണെന്നും അവർ പാപത്തിന്റെ വഴിയെയാണ് ചലിച്ചിരുന്നതെന്നും അവർക്ക് മനസ്സിലായി. അവർ ഈ അടിമകളായിരുന്നപ്പോൾ പോലും ജെറമിയ പ്രവാചകൻ അവരെ കൈവിട്ടില്ല. അവരുടെ കൂടെ എന്നും ജെറമിയ പ്രവാചകൻ കൂടെ ഉണ്ടായിരുന്നു. അവസാനം മാനസാന്തരപ്പെടുകയും അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങൾ ചെയ്തത് തെറ്റായി പോയി, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്നെല്ലാം അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ അവസാനം അവർ മാനസാന്തരപ്പെട്ടു. ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായി. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യണം. അതെ, നമ്മൾ ഒരിക്കലും പാപം ചെയ്യരുത്. പാപം ചെയ്താൽ തന്നെ നമ്മൾ അതിന് പശ്ചാത്താപിച്ച് ദൈവത്തിന്റെ അടുക്കിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. ഇന്ന് പുള്ളിമാൻ പറഞ്ഞ കഥ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? എനിക്ക് ഇഷ്ടമായ ആഗ്നസ്. നല്ല മെസ്സേജ് ഉള്ള കഥയല്ലേ പുള്ളിമാൻ പറഞ്ഞത്? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടമായ പുള്ളിമാനെയും കൂട്ടുകാരെയും? എങ്കിൽ നമുക്ക് അന്നമോളുടെ സംശയം എന്ന് കണ്ടാലോ? അന്നമോൾ നമ്മളെ കാണാൻ കാത്തിരിക്കുകയായിരിക്കും. മാലാഖേ. ഹായ് അന്നമോളെ, എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മാലാഖേ. ആഹാ, എന്താ എന്റെ അന്നമോളുടെ ഇന്നത്തെ സംശയം? നമ്മുടെ ഇന്ത്യയിൽ കുറെ ആയോധന കലകളുണ്ടോ മാലാഖേ? ഉണ്ടല്ലോ അന്നമോളെ. അതേതൊക്കെയാ മാലാഖേ? ആദ്യം കേരളത്തിലേത് പറയാം. പ്രാചീന കേരളത്തിലെ പ്രധാനപ്പെട്ട ആയോധന കലയാണ് കളരിപ്പയറ്റ്. AD 13-ാം നൂറ്റാണ്ടോടുകൂടിയാണ് കളരിപ്പയറ്റ് രൂപം കൊണ്ടത്. പലതരത്തിലുള്ള കളരികൾ പണ്ട് ഉണ്ടായിരുന്നു. അതേതൊക്കെയാ മാലാഖേ? കടത്തനാടൻ കളരി, കറുവാഞ്ചേരി കളരി, കൊടുമല കളരി, മതിലൂർ കളരി, മേലൂർ കളരി, നാദാപുരം കളരി, പൊന്നിയം കളരി, പുത്തൂരം കളരി, തച്ചോളി കളരി എന്നിവയൊക്കെ അക്കാലത്തെ പ്രധാനപ്പെട്ട കളരികളിൽ പെട്ടവയെ അന്നമോളെ. കളരി അഭ്യസിക്കാനുള്ള സ്ഥലങ്ങൾ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞവയാ. കിഴക്ക് പടിഞ്ഞാറായി 42 അടി നീളവും തെക്ക് വടക്കായി 21 അടി വീതിയും വരുന്ന ദീർഘചതുരാകൃതിയിൽ ഏകദേശം അരയോളം ആഴത്തിൽ നിലം കുഴിച്ച് മൺതിട്ട കെട്ടുകയാണ് ആദ്യം ചെയ്യുന്നത്. എന്നിട്ടോ? അവയുടെ നടുക്കായി തൂണുകൾ നാട്ടി മേൽക്കൂര കെട്ടും. പിന്നെ നിലം കുഴിച്ച് മൺതിട്ട കെട്ടുന്നതിന് ഒരു കാരണമുണ്ട്. അതെന്താ മാലാഖേ? കളരി അഭ്യാസം പരിശീലിക്കുമ്പോൾ ശരീരത്തിന്റെ ചൂട് വല്ലാതെ കൂടാണ്ടിരിക്കാനും ത്വക്ക് രോഗങ്ങൾ വരാതിരിക്കാനും വേണ്ടിയാണ് കുഴി കുഴിച്ച് അഭ്യാസത്തിനായി സ്ഥലമൊരുക്കുന്നത്. തമിഴ്നാട്ടിലും മറ്റും ഇതുപോലെ ആയോധന കലകൾ ഉണ്ടോ മാലാഖേ? ഉണ്ടല്ലോ അന്നമോളെ. അതേതാ? സിലമ്പം അഥവാ വടികൊണ്ടുള്ള അഭ്യാസങ്ങളും ചുരുൾക്കത്തി പ്രയോഗങ്ങളും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിൽ അഭ്യസിച്ചു വരുന്ന ആയോധന മുറകളാണ്. എന്താ മാലാഖേ ഈ സിലംബവിദ്യ? രണ്ടുപേർ പരസ്പരം ചെയ്യുന്ന വടിപ്രയോഗമാണ് സിലംബവിദ്യ. 40 ഇഞ്ച് മുതൽ 42 ഇഞ്ച് വരെ നീളമുള്ള വടികളാണ് സിലംബവിദ്യയിലെ പ്രധാന ആയുധം. തെക്കൻ കർണാടക പ്രദേശങ്ങളിൽ അപൂർവം ചിലർ അഭ്യസിച്ചു വരുന്ന ആയോധന സമ്പ്രദായമാണ് താലിസു. ഗോതം കളരിയിൽ വെച്ചാണ് താലിസു അഭ്യസിക്കുന്നത്. അപ്പോ ആന്ധ്രയിലോ? ആന്ധ്രയിലെ ചില പ്രദേശങ്ങളിൽ കറസാമു എന്ന വടിപ്രയോഗവും ബാക്കു, ബെല്ലമു അഥവാ കുന്തം, കത്തി മുതലായവ ആയുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസങ്ങളും കുസ എന്ന വെറുംകൈ പ്രയോഗവും ഇന്ന് നിലവിലുണ്ട് കേട്ടോ. ഉത്തരേന്ത്യയിലും മറ്റും ഉണ്ടോ മാലാഖേ ഇങ്ങനെയുള്ള ആയോധന കലകൾ? തീർച്ചയായും അന്നമോളെ. തോലുറയിട്ട 3 അടി നീളമുള്ള
ഗദ്ഗ എന്ന വടിയും തോൽ കൊണ്ടുണ്ടാക്കിയ ഫാറി എന്ന പരിചയും ഉപയോഗിച്ചുള്ള ഫാറി ഗദ്ഗ എന്ന അഭ്യാസം ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ഇന്നും പരിശീലിച്ചു വരുന്നവരുണ്ട്. പട എന്നറിയപ്പെടുന്ന ഇരുതല മൂർച്ചയുള്ള വാൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു പണ്ട്. മഹാരാഷ്ട്രക്കാരുടെ തന്നെ മറ്റൊരു ആയോധന കലയാണ് മർദാനി ഖേൽ. വാളാട്ടോ അതിലെയും പ്രധാന ആയുധം. എല്ലാ ആയോധന കലകളുടെയും ആയുധം വാളാണല്ലേ? അതേലോ അന്നമോളെ. ബീഹാറുകാരുടെ ആയോധന കലയായിരുന്ന ഭാര്യഖണ്ഡയും വാളും പരിചയും ഉപയോഗിച്ചുള്ളതായിരുന്നു. ബോക്സിംഗ് പോലെയുള്ള മുഷ്ടി കൊണ്ട് മാത്രം ചെയ്യുന്ന മുഖി കാശിയിലെ ഒരു ആയോധന കലയാ. മുഷ്ടിക്ക് ഉറപ്പും ശക്തിയും ലഭിക്കുന്നതിനു വേണ്ടി അഭ്യാസികൾ മരത്തിലോ കല്ലിലോ ഇടിച്ചാണ് മുഖി പരിശീലിക്കുന്നത്. കൃപാണം അഥവാ വാൾ, ഗണ്ടാസ അഥവാ ഒരുതരം മഴു, ബല്ലം അഥവാ കുന്തം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾ പഞ്ചാബ്, അമരാവതി എന്നിവിടങ്ങളിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു അന്നമോളെ. ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. എന്താ അന്നമോളെ? ഞാൻ വന്നിട്ട് കുറെ നേരമായല്ലോ. വീട്ടിലേക്ക് ഇനിയും ചെന്നില്ലെങ്കിൽ മമ്മി എന്നെ അന്വേഷിച്ചു വരും. അത് കറക്റ്റാ. എങ്കിൽ എന്റെ അന്നമോൾ വേഗം വീട്ടിലേക്ക് പോയിക്കോട്ടോ. ബായ് മാലാഖേ. ബായ് അന്നമോളെ. ശരിക്കും കുസൃതിക്കുടിക്കല്ലേ നമ്മളുടെ അന്നമോള്. എന്തായാലും അന്നമോളുടെ സംശയം കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ കൂട്ടുകാരെ? എനിക്ക് ഒത്തിരി ഇഷ്ടാ അന്നമോളെയും കാവൽ മാലാഖിനെയും കാണാൻ. എങ്കിൽ ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. വെള്ളത്തിൽ അലിയുന്ന പൂ. ഒരു ക്ലൂ ഉണ്ടാവോ? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണത്. ഇനി എങ്ങാനും അത് ഷാംപൂ ആണോ? അത് ഇവാനിയ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. ഇവാനിയ ഇടയ്ക്കിടയ്ക്ക് ഷാംപൂ ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇടയ്ക്കിടയ്ക്കല്ല, വല്ലപ്പോഴും. എപ്പോഴും ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ പോകില്ലേ? അത് ശരി, ഇവാനിയ പറഞ്ഞത്. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? കർത്താവേ, എത്ര നാൾ അങ്ങെന്നെ മറക്കും? എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്നു മറച്ചു പിടിക്കും? എത്ര നാൾ ഞാൻ വേദന സഹിക്കണം? എത്ര നാൾ രാപ്പകൽ ഹൃദയവേദന അനുഭവിക്കണം? എത്ര നാൾ എന്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്രയിൽ വഴുതി വീഴാതെ ഇരിക്കാൻ എന്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ കീഴ്പ്പെടുത്തിയെന്ന് എന്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ. ഞാൻ പരിഭ്രമിക്കുന്നതു കണ്ട് എന്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്നെന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഇനി ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ ആഗ്നസിനോട്? ഓക്കേ, ചോദിച്ചോളൂ. കാള കടക്കും കയറോടും. എനിക്ക് പിടി കിട്ടുന്നില്ലല്ലോ. നമ്മുടെ അടുക്കളയിൽ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ്. ഒരു ക്ലൂവും കൂടി തരാമോ? കുഞ്ഞു വെജിറ്റബിൾ ആണോ വലിയ വെജിറ്റബിൾ ആണോ? വെജിറ്റബിൾസിന്റെ രാജാവ്. അപ്പൊ വലിയ വെജിറ്റബിൾ ആയിരിക്കും. മത്തങ്ങയാണോ? അതെ, ആഗ്നസ് പറഞ്ഞത് ശരിയാണ്. മത്തങ്ങയാണ് അതിന്റെ ഉത്തരം. എങ്കിൽ ഈ ആഴ്ച ജന്മദിനം ആഘോഷിക്കുന്ന കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ?
ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഞങ്ങളുടെ വക 1000 ബർത്ത്ഡേ ആശംസകൾ. എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോയാലോ? കുന്നിറങ്ങി കാടിറങ്ങി ആടിനെയും തോളിലേറ്റി ആട്ടിടയൻ വരുന്നേ. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ, ഞാനാടുകൾക്കായൻ ജീവനേകും. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ, ഞാനാടുകൾക്കായൻ ജീവനേകും. ആടുകൾ സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. ആടുകൾ സ്വന്തമാണെന്നാലോ ചെമ്പുലി ഓടിയെടുത്താലും പൊന്നുപോലാടിനെ തോളിലെടുത്തു നടന്നിടും. മുറിവുകളേറ്റാലും മാറില്ലവൻ, മരണമടുത്താലും മറയില്ലവൻ. ഇടവഴികളിൽ അലയരുതിനി ഇടയ വഴികൾ അറിയുക ഗണമേ, ഭയമരുതിനി ആലയിലെത്താൻ കർത്താവാണെന്നും എന്നിടയൻ. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ, ഞാനാടുകൾക്കായൻ ജീവനേകും. കിഴക്ക് കിഴക്ക് മല തെളിഞ്ഞു വരും നേരത്ത്, പതുക്കെ പാടത്ത് കിളി പറന്നു വരും കാലത്ത്, ദൂരെ താഴ്വാരങ്ങളിൽ നീളെ പുൽപ്പാടങ്ങളിൽ വരവായി മേഷവുമായി ഇടയൻ മേയ്ക്കുവാനായി പതിവായി പേര് ചൊല്ലി നേരാം വഴിയും ചൊല്ലി ഈശോ ചൊല്ലി ഞാനാണായിടയൻ, ഞാനാടുകൾക്കായൻ ജീവനേകും, ഞാനാടുകൾക്കായൻ ജീവനേകും, ഞാനാടുകൾക്കായൻ ജീവനേകും. കൂട്ടുകാരെ, നിങ്ങൾ ചെറിയ ചെറിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്യാറില്ലേ? ചിലപ്പോഴൊക്കെ നിങ്ങൾ പാരന്റ്സിനോടും ടീച്ചേഴ്സിനോടും നുണ പറയാറില്ലേ? നന്നായി പ്രാർത്ഥിക്കുന്ന കുട്ടികൾ ആരും തിന്മ ചെയ്യാറില്ല. അതെങ്ങനെയാണെന്നോ? പ്രാർത്ഥന വഴി പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളിൽ വന്ന് കഴിയുമ്പോൾ നമ്മളുടെ തിന്മകളെല്ലാം പുറത്തു പോകും. എങ്കിൽ നമുക്ക് ഗെയിം കളിക്കാൻ പോകും ഇവാനിയ. ഓക്കെ ആഗ്നസ്. പ്രാർത്ഥനയിൽ
പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും പുറത്തു പോകും. ഇത് നമ്മുടെ തിന്മകള്, ഇത് നമ്മുടെ ഹൃദയം. ഈ തിന്മ നമ്മൾ എറിഞ്ഞിട്ട് ഈ ഹൃദയത്തിൽ നിന്ന് പുറത്തു കളയണം. അങ്ങനെ നമ്മളുടെ ഹൃദയത്തിലെ തിന്മകളെല്ലാം നമ്മൾ പുറത്തേക്ക് കളഞ്ഞു. കൂട്ടുകാരെ, ഈ ആഴ്ച നമുക്ക് പടങ്ങൾ വരച്ച് അയച്ചു തന്നിരിക്കുന്ന ആരൊക്കെയാണെന്ന് നോക്കിയാലോ? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇങ്ങനെ പടങ്ങൾ വരയ്ക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായും ഞങ്ങൾക്ക് അയച്ചു തരാം. ഒപ്പം കളിമുറ്റത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. അതിനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ട അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഞങ്ങൾ കളിച്ച ഗെയിം നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കണേ. അങ്ങനെ നമ്മുടെ ഹൃദയം നമുക്ക് പരിശുദ്ധമാക്കാം. അപ്പം അടുത്ത ആഴ്ച വീണ്ടും കാണാം കൂട്ടുകാരെ. ബൈ.